ഇന്ന് നമ്മൾ നിങ്ങളുടെ MA സൈക്കോളജി പഠനത്തിലെ ഒരു പ്രധാന ഭാഗത്തേക്ക് ഒന്നൂടെ ആഴത്തിൽ നോക്കാൻ പോവുകയാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 2. ഭാഷാപരമായ പ്രക്രിയകൾ, ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അതെ, ഭാഷ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിന്റെ പിന്നിലെ ചില കാര്യങ്ങൾ. പ്രത്യേകിച്ച് കുട്ടികളിൽ ഇതെങ്ങനെയാണ് വികസിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ശരിയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒന്നാണെന്ന്. പക്ഷേ തലച്ചോറിനുള്ളിൽ ശരിക്കും പല ഘട്ടങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായും. അത് എന്താ പറയാ, ഓട്ടോമാറ്റിക്കായി തോന്നുമെങ്കിലും ഒരുപാട് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. അതെ. എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നത് മുതൽ, അതായത് ഡിസ്കോഴ്സ് പ്ലാനിംഗ്, പിന്നെ അതിനുള്ള വാക്യങ്ങൾ കണ്ടുപിടിക്കുന്നത്, സെന്റൻസ് പ്ലാനിംഗ്, പിന്നെ വാക്കുകളൊക്കെ ഓർഡർ ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യുവന്റ് പ്ലാനിംഗ്, എങ്ങനെ ഉച്ചരിക്കണമെന്നുള്ള ഒരു ആർട്ടിക്കുലേറ്ററി പ്രോഗ്രാം തയ്യാറാക്കുന്നത് വരെ. അവസാനം നമ്മൾ സംസാരിക്കുന്നു. അതെ അതെ. ഈ ക്ലാക്ക് ആൻഡ് ക്ലാക്ക് പിന്നെ ലെവൽ 2 ഒക്കെ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഈ ഘട്ടങ്ങൾ എത്ര സൂക്ഷ്മമാണെന്ന് ഓർക്കുമ്പോഴാണ് ഇടയ്ക്ക് പറ്റുന്ന നാക്കുപിഴകൾ ഇല്ലേ, സ്ലിപ്സ് ഓഫ് ദ ടങ്. അത് രസാണ്. ഫ്രണ്ട്ലി ഹോം മേക്കർ എന്ന് പറയുന്നതിന് പകരം അറിയാതെ ഹോംലി ഫ്രണ്ട് മേക്കർ എന്നൊക്കെ ആയി പോകുന്നത്. നമ്മുടെ മനസ്സിലെ ആ പ്ലാനിങ്ങിൽ വരുന്നൊരു ചെറിയ ഒരു മാറ്റം, അതെ, അത് വാക്കുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണത്. ശരിയാണ്. സംസാരിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ സങ്കീർണമാണ് നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. ഓ അതെ. കാരണം കേൾവി എന്ന് പറഞ്ഞാൽ വെറുതെ ശബ്ദം ചെവിയിലെത്തുക എന്നല്ല. അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പേടിപ്പെടുത്തുന്ന തന്റെ കാരണം ആ പെൺകുട്ടി ഞെട്ടിയുണർന്നു എന്ന് കേൾക്കുമ്പോൾ ആ വിട്ടുപോയ ഭാഗം നമ്മൾ ഊഹിക്കും. അതെ, സ്വപ്നമാണെന്ന് നിങ്ങൾ ഊഹിക്കുന്നതെങ്ങനെയാ? ആ ഒരു സന്ദർഭം വെച്ചിട്ടാണ്. കോണ്ടെക്സ്റ്റ്. നമ്മുടെ മുൻപരിചയവും സഹായിക്കും. തീർച്ചയായും. നമ്മുടെ അറിവ്, പ്രതീക്ഷകൾ ഒക്കെ വെച്ചിട്ടാണ്. അപ്പോ ഈ കേൾവിയിലെ അവ്യക്തതകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വിടവുകൾ, അതൊക്കെ നമ്മുടെ തലച്ചോറ് അങ്ങ് നികത്തും. അതിനൊരു പേരുണ്ടല്ലോ. ഫോണീമിക് റെസ്റ്റോറേഷൻ എഫക്റ്റ്. അതെ, ഫോണീമിക് റെസ്റ്റോറേഷൻ എഫക്റ്റ്. കേൾവിയിൽ ഒരു ശബ്ദം മിസ്സായാൽ പോലും സന്ദർഭം വെച്ച് തലച്ചോറ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നമുക്കൊരു പൂർണ്ണമായ അർത്ഥം തരും. ശരിക്കും അത്ഭുതം തന്നെ. ഇത് കാണിക്കുന്നത് ഭാഷ മനസ്സിലാക്കൽ ഒരു പാസീവ് പ്രോസസ് അല്ല. അല്ല. തലച്ചോറ് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മനസ്സിലാക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും കുട്ടികളിൽ എങ്ങനെയാണ് വളരുന്നത്? അതാണല്ലോ നിങ്ങളുടെ ഈ യൂണിറ്റിലെ ഒരു പ്രധാന ഫോക്കസ്, സെക്ഷൻ 2.5. അതെ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം കുട്ടികൾ വളരുന്തോറും ഭാഷയെ കൂടുതൽ ആഴത്തിൽ ഉപയോഗിക്കാൻ പഠിക്കുകയാണ്. ശരിയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇച്ചോ ഇല്ലയോ എന്ന് നോക്കുന്നത് ആ പറഞ്ഞ കാര്യം നടന്നോ എന്ന് മാത്രം നോക്കിയിട്ടാണ്. റിസൾട്ട് മാത്രം. അതെ. എന്നാൽ കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്ക്, ഒരു 9 വയസ്സൊക്കെ കഴിയുമ്പോൾ, അവർക്ക് ആ സംസാരിച്ച ആളുടെ ഉദ്ദേശം കൂടിയും പരിഗണിക്കാൻ പറ്റും. ഇന്റൻഷൻ. അതായത് വാഗ്ദാനം തരുമ്പോൾ അയാൾക്കത് പാലിക്കാൻ ശരിക്കും ഉദ്ദേശമുണ്ടായിരുന്നോ എന്നുകൂടി ചിന്തിക്കും. അതെ. ആസ്റ്റിങ്ടൺ ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് വെറുമൊരു ഭാഷയുടെ മാത്രം വളർച്ചയല്ല. അല്ല, കുട്ടിയുടെ ചിന്താശേഷി. അതെ, മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ്, തിയറി ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ വികാസവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറും വാക്കുകളോ ഗ്രാമറോ പഠിക്കുക എന്നല്ല. അല്ല, ലോകത്തെയും മറ്റുള്ളവരുടെ ചിന്തകളെയും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടിയാണ് നേടുന്നത്. ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, സംസാരം, കേൾവി, പിന്നെ ഈ വികാസം, ഇവയെല്ലാം കൂടി ചേർത്ത് ഭാഷാപ്രക്രിയയെ മൊത്തത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ചില മോഡലുകളുണ്ടല്ലോ. ഉണ്ട്. അതിലൊന്നാണ് കിൻഷിന്റെ മോഡൽ, കിൻഷസ് മോഡൽ ഓഫ് കോംപ്രിഹെൻഷൻ. അതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? കിൻഷു പറയുന്നത്, നമ്മളൊരു വാചകം വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ അതിലെ അടിസ്ഥാന ആശയങ്ങൾ, പ്രൊപ്പോസിഷൻസ് എന്ന് പറയും. അതായത് കുട്ടി കരഞ്ഞു എന്നൊക്കെയുള്ള സിമ്പിൾ ഐഡിയാസ്. അതെ, അങ്ങനെയുള്ള ആശയങ്ങളെ നമ്മൾ തിരിച്ചറിയും. എന്നിട്ട് അതിനെ നമ്മുടെ ഓർമ്മയിലുള്ള പഴയ അറിവുമായിട്ട് കണക്ട് ചെയ്യും. ലിങ്ക് ചെയ്യും. അതെ. ഈയൊരു ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാക്കൽ നടക്കുന്നത്, കോംപ്രിഹെൻഷൻ. അപ്പോ വെറുതെ വായിച്ചു പോയാൽ പോരാ. പുതിയ വിവരം നമ്മുടെ നിലവിലുള്ള അറിവിന്റെ ഒരു നെറ്റ്വർക്കിലേക്ക് ശരിക്ക് ചേരണം. അപ്പോഴേ അത് ഓർമ്മയിൽ നിൽക്കൂ, പിന്നീട് ഉപയോഗിക്കാനും പറ്റൂ. അതുകൊണ്ടാണ് ചിലപ്പോൾ വായിച്ചത് മനസ്സിലായെന്ന് തോന്നിയാലും പിന്നീട് ഓർക്കാൻ പറ്റാതെ പോകുന്നത്. ആ ലിങ്കിങ് ശരിയായി നടക്കാത്തത് കൊണ്ടാവാം. ആ കണക്ഷൻ സ്ട്രോങ് ആയിട്ടുണ്ടാവില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഭാഷ എന്നത് വെറും വാക്കുകളല്ല, നമ്മുടെ ചിന്തയുടെയും നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നതിന്റെയുമൊക്കെ ഒരു അടിസ്ഥാന ഘടകം കൂടിയാണ്. തീർച്ചയായും.
കുട്ടികളിലെ ആ ഭാഷാവികാസം ശ്രദ്ധിച്ചാൽ അവരുടെ ചിന്താശേഷി എങ്ങനെ പടിപടിയായി വികസിച്ചു വരുന്നു എന്ന് കാണാൻ പറ്റും. അതെ. അപ്പോ ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്കിത് തുടർന്ന് ചിന്തിക്കാൻ ഒരുപാട് സാധ്യതകൾ തരുന്നുണ്ട്. എങ്ങനെയൊക്കെ? ഒരാളുടെ ഭാഷ ഉപയോഗിക്കുന്ന രീതി, അവർ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ, വാചകങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റൈൽ, ആശയങ്ങൾ പറയുന്ന രീതി, ഉം, ഇതൊക്കെ അവരുടെ ചിന്താരീതികളെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച്, ഒരുപക്ഷേ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പോലും എന്തെല്ലാം സൂചനകൾ തരുന്നുണ്ടാവാം. ശരിയാണ്. അത് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് നിങ്ങളുടെ പഠനത്തിൽ തുടർന്നും ആഴത്തിൽ പരിശോധിക്കാവുന്ന ഒരു ഏരിയയാണ്. ഭാഷയും ചിന്തയും തമ്മിലുള്ള ആ ഒരു ബന്ധം.